കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന മനോഹരമായ ഒരിടം പരിചയപ്പെടുത്തുകയാണ് 24. കായലിൽ നടന്ന് പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാവുന്ന ഒരിടം. കൂടുതലൊന്നും പറയുന്നല്ല, ആ സ്ഥലം കണ്ടു തന്നെ അറിയുക. കൊല്ലത്ത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അത് സാമ്പ്രാണിക്കൊടിയും അഷ്ടമുടിയും മാത്രമല്ല. അഷ്ടമുടിയുടെ ചേർന്ന് ഓരം പറ്റിക്കിടക്കുന്ന ഒരുപാട് തുരുത്തുകളുണ്ട്. അങ്ങനെ ഒരു തുരുത്തിലേക്കാണ് ഇന്നത്തെ യാത്ര, മേരിലാൻഡിലേക്ക്. വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയിൽ അധികം പെടാതെ പോയ ഒരു തുരുത്ത്. ചെറുതുരുത്തുകളാൽ സമ്പന്നമാണ് കൊല്ലം അഷ്ടമുടി. വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകൾ ഏറെയുള്ള ജലാശയം. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് കൊല്ലത്തെ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. അതുപോലെ തന്നെ മനോഹരമായ അഷ്ടമുടിയുടെ മറ്റൊരിടത്തേക്കാണ് ഈ യാത്ര. അപ്പോൾ നമ്മൾ ആ മേരിലാൻഡിലേക്കുള്ള യാത്രയിലാണ്. എന്നോടൊപ്പം ഉള്ളത് ഈ വാർഡിന്റെ കൗൺസിലർ കൂടിയായ ദീപു ഗംഗാധരനാണ്. എന്താണ് നമുക്ക് ഈ മേരിലാൻഡിൽ കാണാനുള്ള പ്രത്യേകത? എന്തുകൊണ്ട് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരണം? എന്റെ ഡിവിഷൻ വെച്ചാൽ മീനത്തിശ്ശേരി എന്ന് പറയുന്ന ഡിവിഷനാണ് കൊല്ലം കോർപ്പറേഷന്റെ. ഏകദേശം ജനവാസമുള്ള 9 തുരുത്തുകളുണ്ട്. അതുകൂടാതെ മേരിലാൻഡ് പോലുള്ള അതിമനോഹരമായ, നമുക്ക് മുട്ടോളം പോലും വെള്ളമില്ലാത്ത നിരവധി ചെറുതുരുത്തുകളുണ്ട്. അതിൽ ഒരു തുരുത്താണ് മേരിലാൻഡ്. നീണ്ടകര പാലം മുതൽ കുരീപ്പുഴ പാലം വരെ അഷ്ടമുടിക്കായലിനോട് ചേർന്ന് കിടക്കുന്ന 10ഓളം തുരുത്തുകളാണ് പ്രധാന ആകർഷണം. മൊത്തത്തിൽ നമ്മൾക്ക് ജനവാസമുള്ള 8 തുരുത്തുകളാണുള്ളത്. അതുകൂടാതെ ജനവാസമില്ലാത്ത എത്ര തുരുത്തുണ്ട്? ഒരു 6-7 തുരുത്തുകളുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കർ കണക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. പക്ഷേ സേഫായിട്ട് ഒരാൾക്ക്, ഒരു കുട്ടിക്ക് പോലും, ഒരു 3 വയസ്സോ 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും അവിടെ ഇറങ്ങി നിന്ന് കളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സേഫായിട്ടുള്ള സ്ഥലങ്ങളാണ് അത്. കാര്യം നമ്മൾക്ക് നിന്നാൽ പോലും നമ്മളെ പാദത്തിന് താഴെ മാത്രം വെള്ളമുള്ളത്, അല്ലെങ്കിൽ മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ളത്, അങ്ങനെ നമുക്ക് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റുന്ന തുരുത്തുകൾ തന്നെയുണ്ട്. 8 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മേരിലാൻഡ് എന്ന വിനോദസഞ്ചാര കേന്ദ്രം. കണ്ടൽക്കാടുകളാൽ സമൃദ്ധം. ഈ വൈകുന്നേരം ഈ ഭാഗത്തെല്ലാം നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. വൈകുന്നേരം എന്നുള്ളതല്ല, നമ്മൾ ഈ കടലിൽ ഏറ്റവും ഇറക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം ഇപ്പൊ ഏറ്റവും നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും വെള്ളപ്പെരുക്കം ഇവിടെ വരുന്നത്. അതുകൂടാതെ ഇപ്പം ഡാം തുറന്നു വിട്ടതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ട് ഈ വെള്ളപ്പെരുക്കം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് കൂടെ ഇറക്ക സമയമാണെങ്കിൽ നമ്മുടെ വെള്ളം പോകില്ല. അപ്പം മറ്റുള്ള എനിക്ക് കൊല്ലം ജില്ലയിൽ ഈ കണ്ടൽ ചെടികൾ നിരവധിയുണ്ട്. ഏകദേശം 30-ന് മുകളിൽ വെറൈറ്റി കണ്ടൽ ചെടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 10ഓളം കണ്ടൽ ചെടികൾ നമ്മുടെ ഈ മേരിലാൻഡിൽ തന്നെയുണ്ട്. അതിൽ കണ്ടൽ ചെടികളിൽ വ്യത്യസ്തതയുണ്ട്. ആ ചെടികളിൽ തന്നെ പല വ്യത്യസ്തങ്ങളുണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇല ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ കായ് ഉൾപ്പെടെ ഉള്ളത് പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കത് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കായൽ സൗന്ദര്യം ആവോളം നുകരാൻ കഴിയും. ഇവിടെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെയാണ്. ഇവിടെ ടൂറിസം ഏറ്റവും കൂടുതൽ വളരാൻ സാധ്യതയുള്ളത് ഇവിടെയാണ്. അതിനുള്ള ചാൻസും ഉള്ളത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയുണ്ട് കാണാൻ? ഇവിടെ കാണാനേ ഉള്ളൂ. ഇവിടെ ഒരു മാസം പോലും നമ്മൾ സ്റ്റേ ചെയ്ത് കണ്ടാൽ പോലും തീരാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അടിത്തട്ട് വരെ കാണാൻ കഴിയുന്ന ജലാശയം, അപകടരഹിതമായ വിനോദസഞ്ചാര പാത. മേരിലാൻഡ് സഞ്ചാരികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് കാഴ്ചയുടെ പുതുദൃശ്യ വിസ്മയം തന്നെ. ഇതിൽ കൂടുതൽ ഈ സ്ഥലത്തെ ഇങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല. അതാണ് ഇത്രയും ഉള്ളൂ ഈ വെള്ളത്തിന്റെ ആഴം. അതായത് എന്റെ മുട്ടിന് താഴെയാണ്. നമുക്കിത് വളരെ മനോഹരമായി ഇങ്ങനെ ഇതിന്റെ ഇടയിലൂടെ നടക്കാൻ പറ്റും. എവിടെ വേണം നടക്കാം. ചെറിയ പിള്ളേർ വേണമെങ്കിലും നടക്കും. ഈ കിടക്കുന്നത് മുരിങ്ങ എന്ന് പറയും, മുരിങ്ങ ഇറച്ചി എന്ന് പറയും. ഇത് ഇംഗ്ലീഷിൽ പറയുന്ന ഓയിസ്റ്റർ എന്നാണ്. ഭയങ്കര ടേസ്റ്റി സാധനം. ഭയങ്കര, ഇത് പച്ചയ്ക്ക് വരെ കഴിക്കാം. ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ള സാധനം ഇത്. നമ്മൾ കാൽഷ്യം ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. കാൽഷ്യം കൂടിയുള്ള ആൾക്കാർ കഴിക്കാനും പാടില്ല, കാൽഷ്യം ഇല്ലാത്തവർ കഴിക്കുന്നതാണ്. കായൽ മത്സ്യങ്ങളുടെ വൈവിധ്യം കൊണ്ടും സ്വാദിഷ്ടമായ രുചി കൊണ്ടുമെല്ലാം അഷ്ടമുടി മത്സ്യങ്ങൾക്ക് ഇതിനോടകം തന്നെ ആരാധകരേറെയുണ്ട്. ഒരു ഓയിസ്റ്റർ എടുത്തതേ കാണും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.
ഏറ്റവും കൂടുതൽ രുചിയുള്ള മത്സ്യം അഷ്ടമുടിക്കായലിലെ മത്സ്യമാണ്. ഒരിക്കൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വന്നപ്പോൾ തന്നെ മമ്മൂട്ടി അഷ്ടമുടിക്കായലിലെ ചെമ്പല്ലിയെ കുറിച്ചാണ് അധികമായി സംസാരിച്ചത്. അഷ്ടമുടി കായലിൽ മാത്രം കിട്ടുന്ന കൂഴാവലി എന്ന് പറയുന്നൊരു മത്സ്യമുണ്ട്. അതേപോലെ ഇവിടുത്തെ കക്കയുണ്ട്, മുരിങ്ങിയിറച്ചിയുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെടുന്നതും മാർക്കറ്റിൽ ഡിമാൻഡുള്ളതും അഷ്ടമുടിക്കായലിലെ മത്സ്യത്തിനാണ്. വള്ളത്തിൽ അഷ്ടമുടിക്കായലിലൂടെ സഞ്ചരിച്ച് തുരുത്തുകളുടെ സൗന്ദര്യവും ആസ്വദിക്കാം. മേരിലാൻഡ് പോലുള്ള അതിമനോഹരമായ സ്ഥലങ്ങൾ നിരവധിയുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ ഇതേപോലെയുള്ള സ്ഥലം ഉണ്ട് എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യത. ഇത് നമുക്കത് പ്രയോജനപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ നിങ്ങളുടെ മാത്രമായ ഒരു ഇടത്ത് ലോകത്തിന് മുമ്പാകെ 24 പരിചയപ്പെടുത്തുകയാണ്. മേരിലാൻഡ് പോലെയുള്ള മനോഹരമായ ഇടങ്ങൾ കൂടി കൊല്ലം അഷ്ടമുടിയിലുണ്ട് കേട്ടോ. മത്സ്യബന്ധനം ഉപജീവനമാക്കിയവരാണ് ഇവിടുത്തെ താമസക്കാരിലേറെയും. വിനോദസഞ്ചാരവും കൂടി വന്നാൽ ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറും. മീനത്തുംചേരി കൗൺസിലർ ദീപു ഗംഗാധരന്റെ നേതൃത്വത്തിൽ മേരിലാൻഡ് ട്രാവലേഴ്സ് എന്ന കൂട്ടായ്മയാണ് ഇവിടുത്തെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കൊല്ലത്ത് സാമ്പ്രാണിക്കൊടി മാത്രമല്ല, ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന മേരിലാൻഡ് പോലെയുള്ള 7ലധികം ജനവാസ മേഖലയുള്ള തുരുത്തുകളുണ്ട്. ഈ തുരുത്തുകൾ വിനോദസഞ്ചാര ഭൂപടത്തിൽ എങ്ങനെയാണ് അടയാളപ്പെടാതെ പോയത് എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. വിനോദസഞ്ചാരികൾക്ക് ഈ തുരുത്തുകളിലേക്ക് സ്വാഗതം. സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ആ സുരക്ഷ ഇവിടെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24 കൊല്ലം.